പോകുമ്പോഴേ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ചാടി കയറി എസ് പറയലെന്ന്. കല്ലു, കാശ് നമുക്ക് അത്യാവശ്യമല്ലേ? ഇല്ലെങ്കിൽ താൻ പറഞ്ഞു വെച്ചിരിക്കുന്ന ജോലിയും നമ്മുടെ വിസയും എല്ലാം ഗോപിയാവില്ലേ? ഭയ്യ ഏക് ടിക്കറ്റ്. ബോധവും പൊക്കണവും ഇല്ലാത്ത ഒരു സ്ട്രീറ്റ് തകിന്റെ ഫ്രണ്ട് ആവുക, അയാളുടെ പാസ്റ്റ് കണ്ടുപിടിച്ചു കൊടുക്കുക, നിനക്ക് പ്രാന്തണക്കിച്ചു. എനിക്ക് പേടിയാവുന്നു. എന്തൊക്കെയോ വരാൻ പോണ പോലെ. നീ ആ മനുഷ്യനെ എവിടെ വെച്ചാ കാണാൻ പോകുന്നേ? ഒന്നും പറയണ്ട, എന്റെ ഇഷ്ടാ. പടം പേടിച്ച് പന്തളത്ത് വന്നപ്പോ എന്ന അവസ്ഥയാ. നീ എന്ന് പറഞ്ഞ പോലെ വല്ല മലയാളം സീരിയലിലും മലയാളം സീരിയലും ട്രൈ ചെയ്താൽ മതിയായിരുന്നു. ഇതിപ്പോ ചാടിക്കേറി ഹിന്ദിയിൽ ഉണ്ടാക്കാൻ വന്നിട്ടേ ഈ ഭോജ്പൂരി സെറ്റപ്പ് മൊത്തം പോക്കടാ. ഒരുമാതിരി ജാംബവാന്റെ കാലത്തെ തിയേറ്ററും. ശരിടാ, അപ്പൊ ഞാൻ വിളിക്കാം. പടം തുടങ്ങാറായി. ഓക്കെ. भैया कोई फ्लेवर नहीं है? कैरमल चीज नहीं? ഇങ്ങനെ മലയാളവും മറന്നു. हॉस्पिटल के सामने खड़े होकर फूफू कर रहे? बीवी बीमार है अंदर। क्या हुआ भाभी? ഉപ്പും മുളക് കൂടിയിട്ടുണ്ട്. औरतों वाली बीमारी। അണ്ണാ അണ്ണാ ഒരു മിനിറ്റ്. അണ്ണാ അടിപൊളി മലയാളിയായിരുന്നല്ലേ? സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല കേട്ടോ. ഒരു സെക്കൻഡ്, എത്രയായി? വേണ്ട. ഇവിടെ ബിസിനസ് ഒക്കെ എങ്ങനെ? ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നേ. ഇന്നലെ നവരംഗിൽ പോയി അവിടുത്തെ സിനിമ കണ്ടായിരുന്നു. ഇവിടെ രണ്ടിടത്തും അല്ലേ ഭോജ്പുരി ഉള്ളൂ. ഗുൽഷൻ ടോക്കീസ്, കാമാത്തിപുരം. അത് വേണ്ട. ഈ ഹിന്ദി ഫിലിം ഫീൽഡിലേക്ക് കയറണമെന്നാണ് ആഗ്രഹം. ആക്ടിംഗ് അല്ലേ, ടെക്നിക്കൽ. അപ്പോൾ ഫീൽഡിലുള്ള ഒരു കക്ഷി പറഞ്ഞു ഭോജ്പുരി വഴി കയറുന്നതാണ് ബുദ്ധിയെന്ന്. അപ്പോൾ അതിനാദ്യം ഇവരുടെ സ്റ്റൈൽ പിടിക്കണം. പടം തുടങ്ങി. ഈ ട്രീറ്റ് എങ്ങനെയെങ്കിലും എനിക്ക് തിരിച്ചു തന്നെ പറ്റൂ. അണ്ണൻ എപ്പോഴാ പോകുന്നത്? ഈ കളിയുടെ ഇന്റർവെൽ കഴിയുമ്പോൾ. അടിപൊളി. അപ്പൊ നമുക്ക് ഒരുമിച്ച് പോവാം. ഓക്കെ. അണ്ണൻ സിനിമകൾ കാണാറില്ലേ? ഇഷ്ടമല്ലേ? അതോ പണ്ട് പോലെ എങ്ങനെയാണോ? അറിയില്ല. നമസ്തേ. ധന്യവാദ്. ഇത് സൈക്കിള് കേട്ടോ. പക്ഷെ ഇപ്പൊ ഇറങ്ങുന്ന ചില മലയാള പടങ്ങളെ വെച്ച് ഭേദോ. അതും ഇതുപോലെ പാതയും മുറിയും കണ്ടു പറയുന്നതായിരിക്കും അല്ലേ? പഞ്ച് ഡയലോഗ് അടിക്കാൻ ഓർമ്മ പ്രശ്നമില്ലല്ലേ? ഞാൻ കൊടുക്കാം. ഇവിടുത്തെ മാനേജർക്ക് സിനിമാക്കാരെ അറിയാം. ഞാൻ പറഞ്ഞു നോക്കാം. കാണാം.
ആ കിച്ചു വാ ആ, കഴിക്കാം. ഓ വേണ്ട, എന്തൊക്കെയോ കഴിച്ച് വയറ് നിറഞ്ഞു. ഞാനിന്ന് അയാൾ കണ്ടു ചാച്ച. ആരെ? ഡേവിഡ്. വിചാരിച്ച പോലെയല്ല, ഒരു സാധു മനുഷ്യൻ. കാണും പോലെയല്ല ആരും ഒന്നും. ആ ലോകത്തു നിന്ന് നിന്നെ അകറ്റി നിർത്താൻ ഇക്കാലം അത്രയും ശ്രദ്ധ വെച്ചിട്ടിപ്പോ എന്താ ഇത് ശ്രീധരന്താ? ചെല്ലേ, കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങിയാട്ടെ. ആ കേട്ടോ? उस तरफ जाओ. ചൂട് പോകുന്നതിന് മുമ്പേ കഴിക്കണം, എന്നാലും നല്ല കസകസാന്നിരിക്കുള്ളൂ. കുഴിക്കട്ട. മാനേജറെ കണ്ട് കാര്യം പറയാൻ പറ്റിയില്ല. ഞാൻ അതിനുള്ള കൈക്കൂലി കൊണ്ടുവന്നാണെന്ന് അല്ലേ? നല്ല കസകസാന്നുണ്ട്. അണ്ണന് കോഴിക്കട്ട് ഇഷ്ടമാണോ? അറിയില്ല. ഇത് ഗേറ്റ് വേയുടെ അടുത്തൊരു കടയുണ്ട്. അവിടുന്ന് വെള്ളക്കാര് ടൂറിസ്റ്റുകൾ വാങ്ങും. ആ അത് പറ. അപ്പൊ അണ്ണനും എന്നെ പോലെ കലാകാരനാണ്. ചുമ്മാ അതല്ല നമ്മൾ ഇത്രയും പെട്ടെന്ന് സിങ്കായത്. നമുക്കൊരു ചായ കുടിച്ചാലോ? മണ്ണെണ്ണ തീർന്നു. കുഴപ്പമില്ല, പുറത്ത് പോയി ചായ കുടിക്കാം.